ഹായ് ഫ്രണ്ട്സ്, എക്സാം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു റിവിഷൻ ആയാലോ? നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് കിട്ടുകയെന്ന് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. താഴെ പറയുന്നവയിൽ പരിസര പഠനത്തിൻ്റെ വൈകാരിക അന്തരീക്ഷത്തിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പരിസര പഠനത്തിൻ്റെ വൈകാരിക അന്തരീക്ഷത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വതന്ത്രവും നിർഭയവുമായ അന്തരീക്ഷം, ഓരോ പഠിതാവിനെയും പരിഗണിക്കൽ, പഠനോപകരണങ്ങളുടെ യഥേഷ്ടമുള്ള ഉപയോഗം, റഫറൻസ് സാമഗ്രികളുടെ ലഭ്യത. അപ്പോൾ ഇതിൽ പരിസര പഠനത്തിൻ്റെ വൈകാരിക അന്തരീക്ഷത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? റഫറൻസ് സാമഗ്രികളുടെ ലഭ്യതയാണ് കറക്റ്റ് ആൻസർ. അന്തരീക്ഷത്തിൽ, അതായത് സ്വതന്ത്രവും നിർഭയവുമായ അന്തരീക്ഷം, ഓരോ പഠിതാവിനെയും പരിഗണിക്കൽ, പഠനോപകരണങ്ങളുടെ യഥേഷ്ടമുള്ള ഉപയോഗം, ഇതൊക്കെ വൈകാരിക അന്തരീക്ഷത്തിൽ ഉൾപ്പെടും. റഫറൻസ് സാമഗ്രികളുടെ ലഭ്യതയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടീച്ചിങ് മാനുവലിലെ പ്രതിഫലനാത്മക കുറിപ്പുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പ്രതിവാര SRG സബ്ജക്റ്റ് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുന്നു. തുടർ ആസൂത്രണത്തിൻ്റെ ദിശാബോധം നൽകുന്നു. ആശയങ്ങൾ, ധാരണകൾ എന്നിവ സ്വാംശീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ടേമിലെ ക്രോഡീകരണത്തിന് ഉപയോഗിക്കുന്നു. എന്താണ് കറക്റ്റ് ആൻസർ? ആശയങ്ങൾ, ധാരണകൾ എന്നിവ സ്വാംശീകരണത്തിന് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രക്രിയകളിൽ ശിശു കേന്ദ്രീകൃത ക്ലാസ് മുറിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? ശിശു കേന്ദ്രീകൃത ക്ലാസ് മുറി, അധ്യാപകൻ്റെ ശബ്ദവും ശിശു കേന്ദ്രീകൃത ക്ലാസ് മുറിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അധ്യാപകൻ്റെ ശബ്ദവും പ്രകടനങ്ങളും കുട്ടി അനുഭവിക്കുന്നു. അതെന്താണ്? അത് ശിശു കേന്ദ്രീകൃത ക്ലാസ് മുറിയായിട്ട് ബന്ധപ്പെട്ടതല്ല അല്ലേ? പുസ്തക കേന്ദ്രീകൃതമായ അറിവിനെ കുട്ടി പുനരവതരിപ്പിക്കുന്നു. കുട്ടിയുടെ സ്വാഭാവികമായ ജിജ്ഞാസ എന്നാണ് കേട്ടത്. ജിജ്ഞാസ പരിപോഷിപ്പിക്കുന്നു. കുട്ടി അധ്യാപികയുടെ ചോദ്യത്തിന് മാത്രം ഉത്തരം നൽകുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? കുട്ടിയുടെ സ്വാഭാവികമായ ജിജ്ഞാസ പരിപോഷിപ്പിക്കുന്നു എന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ആശയാവതരണത്തിന് ഫ്ലോ ചാർട്ട് എന്ന ഉപാധി ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന സന്ദർഭം ഏത്? അന്നപഥത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ സഞ്ചാരം, വിവിധ തരം ശ്വേതരക്താണുക്കൾ, രോഗങ്ങളും രോഗകാരികളും, ഹൃദയത്തിൻ്റെ ഘടന. ശ്വേതരക്താണുക്കൾ എന്നാണ്. ഞാൻ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ തരാൻ വേണ്ടി വേഗം ചെയ്തതാണ്. അപ്പോൾ ആശയാവതരണത്തിന് ഫ്ലോ ചാർട്ട് എന്ന ഉപാധി ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന സന്ദർഭം ഏതാണ്? അന്നപഥത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ സഞ്ചാരം നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ കാണിക്കാൻ പറ്റും. അതാണ് കറക്റ്റ് ആൻസർ. ഒരു ശോധകത്തിൻ്റെ രൂപരേഖയിൽ പെടാത്തത് ഏത്? ഉള്ളടക്കത്തെ പറ്റിയുള്ള സൂചന, ഉദ്ദേശങ്ങളെ പറ്റിയുള്ള സൂചന, ചോദ്യങ്ങളുടെ അപഗ്രഥനത്തെ പറ്റിയുള്ള സൂചന, ചോദ്യ മാതൃകയെ പറ്റിയുള്ള സൂചന. ഒരു ശോധകത്തിൻ്റെ രൂപരേഖയിൽ പെടാത്തത് ഏതാണ്? ചോദ്യങ്ങളുടെ അപഗ്രഥനത്തെ പറ്റിയുള്ള സൂചനയാണ് കറക്റ്റ് ആൻസർ. സാമൂഹിക വൈകാരിക മേഖലയിൽ പരിഗണിക്കപ്പെടാത്തത്. സാമൂഹിക വൈകാരിക മേഖല, ആശയവിനിമയ ശേഷി, സഹഭാവം, തീരുമാനമെടുക്കൽ, പഠന പ്രക്രിയ. സാമൂഹിക വൈകാരിക മേഖലയിൽ പരിഗണിക്കപ്പെടാത്തത് പഠന പ്രക്രിയയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ക്രിയാ ഗവേഷണത്തിനുള്ള മേഖല തീരുമാനിക്കുന്നത്. സാമൂഹിക സാധ്യതയുള്ളത്, പരിഹാരബോധനത്തിന്, തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം അഭിമുഖീകരിക്കുന്നതിന്, വിവരശേഖരണത്തിന് കൂടുതൽ സാധ്യത. ഏതാണ് കറക്റ്റ് ആൻസർ? തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം അഭിമുഖീകരിക്കുന്നതിന് എന്നാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈജ്ഞാനിക മേഖലയിലെ വികാസം സംബന്ധിച്ച വിലയിരുത്തലിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈജ്ഞാനിക മേഖലയിലെ വികാസം സംബന്ധിച്ച വിലയിരുത്തലിൽ ഉൾപ്പെടാത്തത് ഏത്? പഠന പ്രക്രിയ വിലയിരുത്തൽ, സർഗാത്മക ശേഷി വിലയിരുത്തൽ, പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ. ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ? വൈജ്ഞാനിക മേഖലയിലെ വികാസം സംബന്ധിച്ച വിലയിരുത്തലിൽ
ഉൾപ്പെടാത്തത് ഏതാണ്? സർഗാത്മക ശേഷി വിലയിരുത്തലാണ്. വൈജ്ഞാനിക മേഖല, പഠന പ്രക്രിയ വിലയിരുത്തൽ, പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ, ഇതൊക്കെ വൈജ്ഞാനിക മേഖലയിലെ വികാസം സംബന്ധിച്ച വിലയിരുത്തലിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് സർഗാത്മക ശേഷി വിലയിരുത്തൽ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രൂണറുടെ ആശയ സ്വീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടമല്ലാത്തത്? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രശ്ന നിർദ്ധാരണ ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഇവിടെ കറക്റ്റ് ആൻസർ പ്രശ്ന നിർദ്ധാരണ ഘട്ടമാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പൂർണ്ണ പരാദം ഏത്? മരവാഴ, മൂടില്ല താളി, ചന്ദനം, ഇത്തിൾ കണ്ണി. താഴെ പറയുന്നവയിൽ പൂർണ്ണ പരാദം ഏതാണ്? ഇവിടെ കറക്റ്റ് ആൻസർ മൂടില്ല താളിയാണ്. മൂടില്ല താളിയാണ് പൂർണ്ണ പരാദം. ഇവിടെ ചന്ദനം അർദ്ധപരാദാണ്. ചന്ദനം വളർച്ചയുടെ ഘട്ടത്തിൽ മറ്റ് സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് ഘടകങ്ങൾ വലിച്ചെടുക്കാറുണ്ട്. അതുപോലെ ഇത്തിൾ കണ്ണി അർദ്ധപരാദാണ്. മരവാഴ എപ്പിഫൈറ്റാണ്. താമസത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നതാണ് മരവാഴ. പരാദ സസ്യമല്ല, വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റുള്ള സസ്യങ്ങളെ ആശ്രയിക്കുന്നത് വാണ്ട അല്ലെങ്കിൽ മരവാഴ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ മൂടില്ല താളിയാണ്. പൂർണ്ണ പരാദവും അർദ്ധപരാദങ്ങളും ഉണ്ട്. പൂർണ്ണ പരാദങ്ങൾ ആതിഥേയ ജീവി നിർമ്മിക്കുന്ന ആഹാരം പൂർണ്ണമായിട്ട് വലിച്ചെടുക്കുന്നു. അർദ്ധപരാദങ്ങളാണെങ്കിൽ ആതിഥേയ ജീവിയിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ മാത്രം വലിച്ചെടുത്ത് അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോവുക. ആത്മവിശ്വാസത്തോടെ എക്സാമിന് പോവുക. ഈ കേട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഓൾ ദ ബെസ്റ്റ് ഒരിക്കൽ കൂടി.